കർത്താവിൽ പ്രിയ വിശ്വാസ സമൂഹമേ, ഇവിടെ പല ദിവസങ്ങളിലായിട്ട് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കായും കടന്നു വന്നിരിക്കുന്നവരുണ്ട്, തീർത്ഥാടകരായിട്ട് വന്നിരിക്കുന്നവരുണ്ട്. വളരെ കുറച്ച് പേരായിരിക്കും ധ്യാനപ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ളത്. എങ്കിലും ഓൺലൈനിലൂടെ ധാരാളം ആളുകൾ ഈ പ്രസംഗം വീക്ഷിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്രകാരം ഞാനും വെള്ളിയാഴ്ചകളിലെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. വളരെ വിജ്ഞാനപ്രദവും പാണ്ഡിത്യോജ്വലമായിട്ടുള്ള പ്രസംഗങ്ങളാണ് സാധാരണ ഇവിടെ കേൾക്കാറ്. ഇന്ന് അത്ര വലിയ പാണ്ഡിത്യോജ്വലമായ പ്രസംഗമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രായോഗികമായ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പരിശുദ്ധ പരമത്തിരുമേനിയുടെ സന്നിധാനത്തിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധൻ ഇവിടെ കബറടങ്ങുക മാത്രമല്ല, തൻ്റെ ജീവിതസിദ്ധി കൊണ്ട് ഇവിടെ കൈവരിച്ചിരിക്കുന്ന ഒരാത്മീയ ശക്തിയുണ്ട്. ആ ശക്തി നിലച്ചു പോകാതെ ഇവിടുത്തെ ആരാധനയിലും പ്രാർത്ഥനയിലൂടെയും അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുകയാണ്. അപ്പം അതിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ നമുക്കും അതിൻ്റെതായ ഊർജം ലഭിക്കും, സംശയമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധ പരമത്തിരുമേനിയുടെ താൻ ആർജിച്ചതായ ആത്മീയ ശക്തിയുടെ ഊർജം, ഒരു ശക്തി നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ ധാരാളം ഇലക്ട്രോണിക്സ് വാഹനങ്ങളുടെയൊക്കെ കാലഘട്ടമാണ്. മൊബൈൽ ഉപയോഗിക്കുന്നവരും ഇന്ന് ഒട്ടും കുറവല്ല. ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റുകൾക്കും അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾക്കും കുറേ കഴിഞ്ഞാൽ ബാറ്ററി തീർന്നു പോകും, വീണ്ടും അത് റീചാർജ് ചെയ്യണം. ഈ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശോഭയോടുകൂടെ നല്ല ശക്തിയോടുകൂടെ അത് പ്രവർത്തിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഇതുപോലെയാണ് ആത്മീയ ജീവിതവും. നമ്മളിടയ്ക്ക് റീചാർജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റിയ നല്ല ഊർജ്ജമുള്ള നല്ല പവറുള്ള സ്ഥലമാണ് പരമത്തിരുമേനിയുടെ ഈ സന്നിധാനം. അനേകർ അത് പ്രാപിക്കുന്നുണ്ട്. അല്പസമയം നമുക്കതും കൂടെ പ്രാപിക്കാം. പക്ഷെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് പോകുന്നതിനേക്കാൾ ദൈവവചനം, ആത്മീയ പ്രബോധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറക്കുവാനും ഒരാന്തരികമായ ഉപരിവിപ്ലവത്തേക്കാൾ അധികമായി ആന്തരികമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് വിധേയപ്പെടാനുള്ള സാധ്യതകളും ധാരാളമുണ്ട്. പരിശുദ്ധ പരമത്തിരുമേനി തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ആത്മീകമായി സമർപ്പിച്ചതാണ്. പ്രാർത്ഥനയിലും ആത്മീയതയിലും ആണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത്. പക്ഷെ അവിടെ മാത്രമല്ല, സഭയുടെ ആരാധന നിഷ്ഠകളെ, ശുശ്രൂഷകളെ, ആതുര സേവനത്തെ, സാമൂഹ്യ ദർശനത്തെയൊക്കെ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രായോഗികമാക്കി എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ആത്മീയമായ ഒരു അവസ്ഥ മാത്രമല്ല, സാമൂഹ്യമായ ആ ഒരു ദർശനവും പരിശുദ്ധ പരമത്തിരുമേനിക്ക് ഉണ്ടായിരുന്നു. പരമത്തിരുമേനിയുടെ നാട്ടുകാരനാണ് ഞാൻ. 1 കിലോമീറ്റർ മാത്രമേ അദ്ദേഹത്തിൻ്റെ വീടും എൻ്റെ വീടുമായിട്ട് വ്യത്യാസമുള്ളൂ. പരമത്തിരുമേനി ജനിച്ചു വളർന്ന സ്ഥലം, പഠിച്ച സ്ഥലം, ആരാധന അർപ്പിച്ച ദേവാലയം. അദ്ദേഹം അവിടെ തന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി അവിടെ സ്കൂൾ സ്ഥാപിച്ചു. സാധാരണ സ്കൂൾ മാത്രമല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവിടെ സ്ഥാപിച്ചു. അത് മുളന്തുരുത്തിയിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലും. തൊട്ടിലും തൊട്ടിലുമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ അതിനെതിരെ സാധാരണക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കുവാനായിട്ട് ധീരതയോടുകൂടെ അദ്ദേഹം പ്രവർത്തിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ദർശനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധ പരമത്തിരുമേനിയിൽ കുടികൊള്ളുന്ന ആത്മീയത മാത്രമല്ല, ധാരാളം സാമൂഹ്യ പരിഷ്കർത്താവ്, കാലഘട്ടത്തിന് മുമ്പേ ഓടുന്ന ഒരു പരിശുദ്ധനെ കാണാൻ സാധിക്കുമ്പോൾ നമ്മളും കാലഘട്ടത്തിന് മുമ്പേ ഓടുന്ന ഒരു സാമൂഹ്യ ദർശനമുള്ളവരാകണമെന്ന് പരമത്തിരുമേനി നിശബ്ദമായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഉയർപ്പ് കാലമാണ്. യേശുക്രിസ്തുവിൻ്റെ
ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണം വരെ, സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള നാളുകൾ സഭയുടെ കെട്ടുപണിയുടെ ഒരു കാലഘട്ടമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവരെ സ്ഥിരചിത്തരാക്കിയതായ സന്ദർഭമാണ്. കർത്താവിനോടുകൂടെ, കർത്താവ് ക്രൂശിക്കപ്പെട്ടതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരെ പോലെ ശിഷ്യന്മാരും വിശ്വസിച്ചിരുന്നു. പക്ഷേ യേശു അവരുടെ മധ്യയെ കടന്നു വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് പലവട്ടം അവരുടെ കൂടെ അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ പിന്തുടർന്ന് അവരെ തിരികെ വരുത്തി അവരുടെ വിളിക്കനുസരിച്ച് അവർ എങ്ങനെ ആയിരിക്കണമെന്ന് അവർ ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ഈ 40 ദിവസം അല്ലെങ്കിൽ ഈ 50 ദിവസം എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ളതായ ക്രിസ്തീയ സഭകൾക്ക് ഒരാരംഭമിടുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന കല്ലുകൾ ഇട്ടതായ ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പെന്തിക്കോസ്തി എന്ന് പറയുന്നത് സഭയുടെ പിറന്നാളാണ്. യേശുക്രിസ്തു സഭ സ്ഥാപിച്ചില്ല, അപ്പോസ്തലന്മാരിലൂടെയാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ആ സഭാ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കിയതായ ദിവസങ്ങളാണ്. ഈ 12 അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സുവിശേഷം ഘോഷിക്കുവാനായി പല ദേശങ്ങളിലേക്ക് പോയി. അങ്ങനെ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിലേക്ക് വന്നു, ഇവിടെ സുവിശേഷം അറിയിച്ച് ഇവിടെ സഭ സ്ഥാപിച്ചു. അങ്ങനെ പല അപ്പോസ്തലന്മാരും ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും സഭ സ്ഥാപിച്ചു. അവർക്കുണ്ടായ ഒരു അവബോധം ഈ 40 ദിവസങ്ങളിലായിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന തിരുമേനിമാർ, റമ്പാന്മാരായിരിക്കുമ്പോൾ അവർ 40 ദിവസം ധ്യാനനിരതരായി ഏതെങ്കിലും ധേറാകളിൽ ചെലവഴിക്കാറുണ്ട്. പരമ തിരുമേനി അങ്ങനെ 40 ദിവസം മറ്റു തിരുമേനിമാരോടൊപ്പം വെട്ടിക്കൽ ധേറായിൽ ധ്യാനിച്ചിരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ആ 40 ദിവസത്തിന് ശേഷമാണ് അവർ മേൽപ്പെട്ട സ്ഥാനത്തിന് ആവശ്യമായ ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ ഈ 40 ദിവസം സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ശക്തീകരണത്തിൻ്റെ ദിവസങ്ങളാണ്, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ദിവസങ്ങളാണ്. നമുക്കും അത് സാധ്യമാകണം. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പ്രതിസന്ധികൾക്ക് ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സന്ദർഭമായിട്ട് പിതാക്കന്മാർ ഇതിനെ വിവക്ഷിക്കുകയാണ്. തുടർന്ന് പെന്തിക്കോസ്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കാനുള്ള ദിവസവുമായിട്ടും നമ്മൾ വേർതിരിക്കപ്പെടുകയാണ്. ഈ അവസരത്തിലാണ് 51 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവമേ സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ, നിൻ്റെ ആത്മാവിനെ എന്നിൽ മെടുക്കുകയും അരുത്. ഇത് അന്നു മാത്രമല്ല എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പെന്തിക്കോസ്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥനകളുടെ വരികൾക്ക് അർത്ഥമേകുന്നു. സ്ഥിരതയുള്ള ആത്മാവിനെ, വിട്ടുപോകാത്ത ആത്മാവ്, മാമോദീസായോട് പ്രാപിച്ച ആത്മാവിനെ എന്നിൽ സ്ഥിരപ്പെടുത്തണമേ. അവിടെ പറയുന്നുണ്ട്, എന്നിൽ എടുക്കുകയും വരുതേ, അതിൽ നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. അതുകൊണ്ട് ആ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞ് ശക്തീകരിച്ച് നമ്മിൽ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി തീരുവാനുള്ള പുതുക്കത്തിൻ്റെ അനുഭവമായിട്ട് പെന്തിക്കോസ്തി നാളുകളും മാറ്റപ്പെടുകയാണ്. ആമുഖമായിട്ട് ഞാൻ ഈ കാര്യങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒട്ടും മറന്നുപോകാത്ത, തൊട്ട് അടുത്ത നാളുകളിൽ ഓർത്ത 2-3 കാര്യങ്ങളെ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗോഗുൽഥ മലയിലേക്ക് നമുക്കൊന്ന് പോകാം. ഗോഗുൽഥ മല, കാൽവറി, നമ്മൾ ആരാധനയിലൂടെ ഒരു ഭാവനയിലൂടെയൊക്കെ കാണുന്നുണ്ട് ഗോഗുൽഥ മല. ആ മല വളരെ ഉയരത്തിലുള്ള മലയാണെന്നറിയാം. പക്ഷെ ഇന്ന് അവിടെ പോകുമ്പോൾ അങ്ങനെ ഉയരത്തിലുള്ള മലയായിട്ട് തോന്നുകയില്ല. ആ മലയുടെ താഴെ കർത്താവിനടക്കിയ കല്ലറിയും കർത്താവിനെ ക്രൂശിക്കപ്പെട്ട സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ വലിയൊരു ദേവാലയം പണിതിരിക്കുക, വലിയൊരു പട്ടണപ്രദേശമായിട്ട് മാറിയിരിക്കുക. പക്ഷെ അത് ഒരു മലയായിരുന്നു, ഗോഗുൽഥ മല. താഴെ നിന്നും ഈ മലയിലേക്ക് കയറി കർത്താവ് കുരിശു വന്നുകൊണ്ട് വരുന്ന യാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഹോൾലാൻഡിൽ പോകുന്നവർക്ക് അങ്ങനെയുള്ള ആ വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഇന്ന് കടകളാണ്, കമ്പോളങ്ങളാണ്, അതിനിടയിലൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴും ആ വഴികളിലൂടെ തന്നെയാണ് ആളുകൾ തീർത്ഥാടകരായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാൽവറിയിലെ ആ മലയിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്
3 കുരിശുകളാണ്. ഒരുപക്ഷെ ആ 3 കുരിശുകൾ അന്ന് കണ്ട കുരിശാണ്. പല സന്ദർഭങ്ങളിലായിട്ട് ധാരാളം കുരിശുകൾ അവിടെ കാണാറുണ്ട്. കാരണം ഈ ഗൊഗുൽത്ത മല കുറ്റവാളികളെ ശിക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു മലയാണ്. ഈ കുരിശ് എന്ന് പറയുന്നത് കുറ്റവാളികളെ തൂക്കിക്കൊല്ലുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കഴുമരമാണ്. പക്ഷെ ഇവിടെ 3 കുരിശുകൾ ദർശിക്കുമ്പോൾ ആ 3 കുരിശുകളും നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ 3 കുരിശിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ, അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ 3 പേരെയാണ് ക്രൂശിച്ചത്. കർത്താവിൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 കള്ളന്മാരെ അവിടെ ക്രൂശി തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. യേശുക്രിസ്തു കുരിശിൽ യാഗമായി തീർന്നതോടുകൂടെ താൻ ബലിപീഠമായിട്ട് ആ കുരിശിനെ മാറ്റുകയാണ്. കൊലമരമായിരുന്ന ആ മരക്കുരിശിനെ യേശുക്രിസ്തു അതൊരു ബലിപീഠമായിട്ട് മാറ്റുന്നു, ത്രോണോസായിട്ട് മാറ്റുന്നു, താൻ യാഗമർപ്പിക്കുന്നതോടുകൂടെ. പെസഹായ നമ്മൾ പാടുന്നുണ്ട്, പെസഹാടനെ നീക്കിയ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ വെച്ച് യേശുവിനെ മാമോദീസ മുക്കുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട് സാക്ഷാത്കാരമായി കാൽവറിയിൽ യാഗമായിട്ട് മാറുന്നു. പെസഹാടനെ മാറ്റിയതെന്ന് പറയുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നു, ധാരാളം ബലിമൃഗങ്ങളെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബലിയർപ്പണത്തിന് പകരം യേശു തന്നെ എല്ലാ സമൂഹത്തിൻ്റെയും പാപത്തെ തോളിൽ വഹിച്ചുകൊണ്ട് താൻ ഒരു ബലിമൃഗമായിട്ട് മാറി അവിടെ പരമയാഗമായിട്ട് തീരുമ്പോൾ ആ കാൽവറിയിലെ ആ കൊലമരം യാഗപീഠമായി മാറുകയാണ്. മറ്റൊന്ന്, യേശു ആ കുരിശിനെ ഒരു പ്രസംഗപീഠമാക്കി മാറ്റുന്നു. സുവിശേഷ ഘോഷണത്തിൻ്റെ വലിയ പ്രസംഗം, വചനം അവിടെ യേശു പ്രസംഗിക്കുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഞാൻ അതൊക്കെ വിവരിക്കുന്നില്ല. അപ്പോൾ ആ പ്രസംഗത്തിൽ തന്നെ 7 പ്രസംഗങ്ങളാണ് പറയുന്നത്. ആ 7 പ്രസംഗത്തിൽ തന്നെ അവിടെയുള്ള കള്ളന്മാരെയും മാനസാന്തരപ്പെടുത്തുവാനായി, അവിടെയുള്ള പടയാളികളെ മാനസാന്തരപ്പെടുത്തുവാനായി, അവിടെയുള്ള ശിഷ്യന്മാരെയും മറ്റ് സ്ത്രീകളെയും മാതാവിനെയൊക്കെ കൊടുക്കുന്ന സന്ദേശങ്ങൾ അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ആ 7 കാര്യങ്ങൾ പറയുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രസംഗം തന്നെയാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ യേശുനാഥനെ സംബന്ധിച്ചിടത്തോളം യേശു ഈ കുരിശിനെ ഒരു ബലിപീഠമാക്കി, പ്രസംഗപീഠമാക്കി മാറ്റി. യേശു ലോകത്തിൻ്റെ പാപത്തിൻ്റെ രക്ഷകനായിട്ട് മാറി. ഈ കുരിശ് നമുക്ക് നൽകുന്ന സന്ദേശം, ഈ കുരിശിനെ നമ്മൾ കാണുമ്പോൾ, കുരിശിനെ നമ്മൾ ആരാധിക്കുമ്പോൾ, കുരിശിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഈ രക്ഷ തന്നെയാണ് നമുക്കും ആലംബമായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കുസ്തുദിനോസ് രാജ്ഞിയുടെ കാലത്താണ് യേശുക്രിസ്തുവിനെ കുരിശ് കണ്ടെത്തുന്നതും ഈ കുരിശിൻ്റെ ശക്തി മനസ്സിലാക്കുന്നതും. ഇന്നും കുരിശിനെ ആരാധിക്കാത്തവരുണ്ട്, കുരിശിനെ നിന്ദിക്കുന്നവരുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കുരിശ്, ആ കുരിശ് നൽകുന്ന സന്ദേശമാണ്. കുരിശ് ആത്യന്തികമായിട്ടൊരു ശക്തി നൽകുന്നില്ല, കുരിശ് നൽകുന്ന സന്ദേശമാണ്. ആ കുരിശിനൊരു പശ്ചാത്തലമുണ്ട്. അത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത കണ്ടതായ കുരിശാണ്. പക്ഷെ കുരിശ് രൂപത്തിലല്ല കണ്ടത്. ഇസ്രായേൽ ജനം കണ്ട ആ കുരിശ് അതൊരു പിച്ചള സർപ്പമായിരുന്നു. ആ പിച്ചള സർപ്പം നൽകുന്ന സന്ദേശം തിന്മയുടെ മാർഗത്തിൽ നിന്നും, പിന്തിരിഞ്ഞു പോയ മാർഗത്തിൽ നിന്നും, നിരാശപ്പെട്ടു പോയ മാർഗത്തിൽ നിന്നും, പാപത്തിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് മാനസാന്തരപ്പെട്ട് തിരികെ വന്ന് ഈ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ അവർ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. അവിടെ പറയുന്നുണ്ടല്ലോ, ഇസ്രായേൽ ജനത മോശയ്ക്കും അഹരോനും ഇതിനായി പിറുപിറുത്തപ്പോൾ അവരുടെ മേലുണ്ടായ ശിക്ഷയാണ് അഗ്നിസർപ്പത്തിൻ്റെ ബാധയേറ്റ് ജനങ്ങൾ മരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യഹോവയോട് മോശ പ്രാർത്ഥിച്ചു, എൻ്റെ ജനങ്ങൾ മരിക്കപ്പെടുന്നു, അവർ രക്ഷിക്കണമെന്ന്.
മോശയുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞവനായ യഹോവ പറഞ്ഞിട്ടാണ് നീ പാളയമത്തതിൽ പിച്ചള സർപ്പത്തെ നാട്ടുക, അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മനസാന്തരപ്പെട്ട് പിച്ചള സർപ്പത്തെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന്. എത്ര വലിയ അർത്ഥമായത്തുള്ളത്! മോശ ഇവരുടെ ലീഡറാണ്. മോശ ഒരു വിധത്തിൽ പറഞ്ഞ അഭിഷിക്തരാണ്, ഇടയനാണ്, ഉപദേശിയാണ്, ഉപദേശകനാണ്, നായകനാണ്. ആ നായകൻ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരം നൽകുകയാണ്. ഇതെല്ലാ സമയത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ മധ്യസ്ഥന്മാർ, പിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുകയില്ല എന്ന് പഴയ നിയമത്തിൽ തന്നെ അതിന് ഈ ദൃഷ്ടാന്തം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിച്ചള സർപ്പം ഗോകുൽത്തായിൽ നാട്ടപ്പെടുന്ന കർത്താവിൻ്റെ കാൽവറിയിലെ ക്രൂശിൻ്റെ ഒരു നിഴലായിരുന്നു എന്ന് പിതാക്കന്മാർ പറയുന്നു. സങ്കീർത്തനത്തെ പ്രകാരം പറയുന്നു, അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി അവിടെ അവങ്ങൾ ലജിച്ചു പോയില്ല. ഈ രണ്ടും കൂട്ടി വായിക്കുമ്പോൾ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ ശക്തി പ്രാപിക്കുന്നു, കുരിശിനെ നോക്കുന്നവർ ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കുരിശ് ശക്തിയുള്ളതാണ്. പിച്ചള സർപ്പത്തിന് ശക്തി ഉണ്ടെങ്കിൽ കുരിശിനും ശക്തിയുണ്ട് എന്ന് ഹേലൻ രാജ്ഞിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ കുരിശിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ആ മഹിത അപ്രകാരം പ്രവർത്തിച്ചത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശ് കാണുമ്പോൾ ഒന്ന് കുരിശ് മുത്താൻ ആഗ്രഹിക്കുന്നവർ, കുരിശ് തൊട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുരിശ് ധരിക്കുന്നവർ, ഓരോ കുരിശ് കാണുമ്പോഴും കുരിശ് നമിക്കുന്നവർ, ആ കുരിശിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ ആവസിക്കുകയാണ്. ആ കുരിശിലൂടെ യേശുക്രിസ്തുവിനെ കാണുകയാണ്. ആ കുരിശിലൂടെ യേശുക്രിസ്തുവിൻ്റെ ആ ശക്തി നമ്മൾ പ്രാപിക്കുകയാണ്. കുരിശ് സമാധാനമാണ്, കുരിശ് ത്യാഗമാണ്, കുരിശ് വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ജയിക്കുവാനുമുള്ള അടയാളമാണ്. അപ്പോൾ കുരിശിൻ്റെ വഴിയിലൂടെ പോകുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കുരിശിൻ്റെ വഴികളെന്ന് പറയുമ്പോൾ അത് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരോട് കർത്താവ് പറയുന്നത്, എൻ്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ കുരിശെടുത്തോടെ എൻ്റെ പിന്നെ അനുഗമിക്കത്തിന് എനിക്ക് കൊള്ളാവുന്നത്. ഈ കുരിശെന്ന് പറയുന്നത് എന്താണ്? കഷ്ടതയാണ്, പ്രയാസമാണ്, ദുഃഖമാണ്. എന്തുകൊണ്ടെന്നാൽ ആ കഷ്ടതകൾക്കും ദുഃഖത്തിനും അപ്പുറമായി ലഭിക്കാൻ പോകുന്ന വലിയ ഒരു സന്തോഷവും സമാധാനവുമാണ് ആ കുരിശിലൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആ കുരിശ് ഒരു ശക്തിയുള്ളതായിട്ട് മാറുന്നു. ഇന്ന് നമ്മൾ ആ കുരിശിനെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് നമ്മൾ ആ കുരിശിനെയാണ് ആശ്രയിക്കുന്നത്. ആ കുരിശ് ലോകത്ത് എവിടെയൊക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ആ കുരിശിൻ്റെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ അപ്രത്യക്ഷമായ അനുഗ്രഹങ്ങളെ പ്രത്യക്ഷമായി അനുഭവിക്കുവാനായിട്ട് ദൈവം തന്നെ ക്രമീകരിച്ചതാണ് ഈ കുരിശ്. പിച്ചള സർപ്പത്തെ മോശ മുഖാന്തരം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശ് മുഖാന്തരം രക്ഷയുടെ അടയാളമായി നമുക്ക് നൽകി. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച ആ കുരിശ് രൂപത്തെ കർത്താവിൻ്റെ രൂപമായി കണ്ട് ആ കുരിശ് വഹിച്ചുകൊണ്ട് ഗോകുൽത്തായിലേക്ക് പോകുന്ന സ്ലീബായുടെ വഴികളും രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ യേശുക്രിസ്തുവിൻ്റെ മൃതശരീരമായിട്ട് അതിനെ കണ്ടുകൊണ്ട് അത് കബറടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നതും, ആ കുരിശ് കർത്താവിനെ മുറിവേറ്റ ശരീരത്തെ കണ്ട് ആ കുരിശിനെ നമ്മൾ കൊമ്പിട്ട് വന്ദിക്കുന്നതൊക്കെയും ആ കുരിശിൻ്റെ ശക്തീകരണത്തിൻ്റെ വലിയ ഒരു അനുഭവമായിട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുരിശ് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ സന്ദേശമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, ഈ കള്ളന്മാരിൽ 2 കള്ളന്മാരെക്കുറിച്ച് പറയുമ്പോൾ ആ 2 കള്ളന്മാർ അവർ വാസ്തവത്തിൽ ശരിയായിട്ടും നിയമപരമായിട്ടും കുറ്റവാളികളായിട്ട് പിടിക്കപ്പെട്ടവർ തന്നെയാണ്. സമൂഹത്തിൻ്റെ മുമ്പിലും നീതിശാസ്ത്രത്തിൻ്റെ മുമ്പിലും യഥാർത്ഥ കുറ്റവാളികളാണ്. ആ കള്ളന്മാരുടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സമയത്ത് അവരുടെ മനസ്സിലെ ഇരിപ്പുകൾ അവരെന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 39 വാക്യങ്ങളുണ്ട്.
തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ടും ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ രണ്ട് കള്ളന്മാരും രണ്ട് തരത്തിലുള്ളതായ സ്വഭാവമുള്ളവരാണെന്ന് മനസ്സിലായി. ഇതിടത്തെ കള്ളനും വലത്തെ കള്ളനും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ അങ്ങനെയാണ്, ഇടത്തേതിൽ നിന്നും വലത്തേതിലേക്ക് നമ്മൾ മാറ്റണമേ എന്നുള്ളതാണ്. അപ്പോൾ ഇടത് ഭാഗം എന്ന് ചിന്തിക്കുക. പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. ഇടത്തെ കള്ളനാണ് അവൻ സ്വയം ന്യായീകരിക്കുന്ന കള്ളൻ. അവനാണ് പറയുന്നത്, നീ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. സ്വയം ന്യായീകരിക്കുന്ന കള്ളനെ കുറിച്ചാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുന്നെങ്കിൽ നമ്മൾ വലത്തുഭാഗത്തെ കള്ളനെ പോലെയാണ്. നമ്മൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മളും ഇടത്തെ ഭാഗത്തെ കള്ളനെ പോലെയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻ്റാണ്. ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നു, ഒന്ന് റിപ്പൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതായ കള്ളന്മാരുടെ കൂടെയാണോ, നമ്മൾ റിപ്പൻറ്റ് ചെയ്യുന്ന കള്ളന്മാരുടെ കൂടെയാണോ എന്ന് എപ്പോഴും ചിന്തിക്കണം. ഓരോ അവസരങ്ങളിലും എത്രയാണെങ്കിലും പാപത്തിൻ്റെ സ്വയശോധനയിലൂടെ നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും കണ്ടെത്തി അതിനെ സമ്മതിക്കുവാൻ നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ നമ്മൾ ഇടത്തെ ഭാഗത്തെ കള്ളനെ പോലെയാണ്. പലപ്പോഴും നമ്മുടെ പരാജയം അത് തന്നെയാണ്. കുമ്പസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ അപാകതകൾ, നമ്മുടെ നടപടിക്രമങ്ങൾ, നമ്മുടെ സ്വഭാവത്തിലുണ്ടായ വീഴ്ചകൾ, അത് തെറ്റാണ് എന്ന് സ്വയം സമ്മതിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മാറ്റങ്ങൾ വരാതിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് സമ്മതിക്കുകയില്ല. ഒരുപക്ഷെ നമ്മൾ ശ്രമിച്ചാലും അത് സാധ്യമാകാതെ വരുന്നു. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, ഒരു പക്ഷേ മോശ ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതുപോലെ നമ്മുടെ ഹൃദയത്തെയും കഠിനപ്പെടുത്തുന്നുണ്ടാകും. കഠിന ഹൃദയന്മാരായി മാറുന്നുണ്ടാകും. അനുതാപമില്ലാത്തവരായി നമ്മൾ മാറുന്നു, കുറ്റബോധമില്ലാത്തവരായി നമ്മൾ മാറുന്നു. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും പാപപരമായ അവസ്ഥകളെക്കുറിച്ചുള്ള ബോധങ്ങളും പാപിയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന വരികളുമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായിട്ടുള്ള അവസരമായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുകയും, വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ആണെങ്കിലും എത്രമാത്രം പാപപരിഹാര പ്രാർത്ഥനകളും ഒരുക്കങ്ങളോടും കൂടിയാണ് വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പ്രവേശിക്കുന്നത്. നമ്മുടെ കുടുംബാരാധന ക്രമത്തിലാണെങ്കിലും പള്ളിയിലുള്ളതായ ഞായറാഴ്ച ആരാധന ക്രമത്തിലാണെങ്കിലും ഉള്ള പാട്ടുകളിലും പ്രാർത്ഥനകളിലൊക്കെയും ഉള്ള സന്ദേശം ബലഹീനനും പാപികളും ആണ് എന്ന് സംബന്ധിച്ച് പറയുന്നതായ വരികളാണ്. അബദ്ധ സങ്കീർത്തനം തന്നെ അപ്രകാരം ദാവീദിൻ്റെ അനുതാപമാണ്. അപ്പോൾ ഇടത്തു ഭാഗത്തെ കള്ളനെ പോലെ നമ്മൾ അനുതാപമില്ലാത്തവരായി മാറരുത്. എന്നാൽ വലത്തു ഭാഗത്തെ കള്ളൻ സ്വയം അവൻ റിപ്പൻറ്റ് ചെയ്യുകയാണ്. ആ പാപത്തെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുറവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തിൽ നമ്മൾ സ്വയം മാറ്റപ്പെടുവാനായിട്ട് ആഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാൻ സാധിക്കും, ധാരാളം പാപികൾക്ക് മോചനം ലഭിക്കുന്നുണ്ട്. ഈ പാപികൾക്ക് മോചനം ലഭിക്കുമ്പോൾ ആ പാപികൾ എല്ലാവരും തന്നെ സ്വയം ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുഷ്ഠരോഗി പറയുന്നുണ്ട്, ഞാൻ അശുദ്ധനാണ്, നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. മഗ്ദലക്കാരി മറിയം അപ്രകാരം തൻ്റെ പാപത്തെക്കുറിച്ച് പൂർണ്ണമായും മാനസാന്തരപ്പെടുന്നുണ്ട്. സക്കായി മാനസാന്തരപ്പെടുന്നുണ്ട്. അങ്ങനെ അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ പാപമോചനത്തിൻ്റെ ഒക്കെ ആ ഒരു സന്ദർഭങ്ങളെ വായിക്കുമ്പോൾ എല്ലാവരും സ്വയം പാപത്തെക്കുറിച്ച് ഏറ്റുപറയുന്നതായിട്ട് കാണുന്നുണ്ട്. തിരുത്തുവാനുള്ള മനോഭാവം കാണുന്നുണ്ട്.
മുടിയനായ പുത്രൻ്റെ കഥയും അത് തന്നെയാണല്ലോ. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ആ മകൻ പറയുന്നു. അപ്പോൾ ആ ഒരു കുറ്റബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിന് പ്രകാരം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും ശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ഹൃദയശുദ്ധി ഉണ്ടാകണം. നമ്മുടെ മാലിന്യങ്ങൾ, പാപത്തിൻ്റെ മാലിന്യങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കൂ, ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ, ദൈവം കേൾക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും പാപപരമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ പരിഹരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണമെന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ഹൈന്ദവ സംസ്കാരത്തിൽ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ അവർ എത്രമാത്രം ഒരുക്കത്തോടു കൂടിയാണ് പോകുന്നത്. അവർ നോമ്പും വ്രതങ്ങളൊക്കെ നോക്കി അവർ വളരെ ഒരുക്കത്തോടു കൂടിയാണ് ആ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ മാത്രമാണ് അവർക്ക് ആ ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ഹജ്ജിലേക്ക് പോകുന്ന മുസ്ലിങ്ങൾ എത്ര ഒരുക്കത്തോടു കൂടിയാണ് അവർ ഹജ്ജിലേക്ക് പോകുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് സായുജ്യം അണയാൻ സാധിക്കുകയുള്ളൂ. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അപ്രകാരമുള്ളൊരു ആത്മീയ ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തേ നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യക്കുറവുകളാണ്. ആ കുറവുകളെ കണ്ടെത്തി അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. യോന സഞ്ചരിച്ച കപ്പൽ എന്തുകൊണ്ട് മുങ്ങി എന്ന് ചോദിച്ചാൽ ആ കപ്പലിലുള്ള യാത്രക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരുടെ പാപനിമിത്തമാണ് ഈ കപ്പൽ മുങ്ങാൻ പോകുന്നത്? ആരും ഒന്നും മിണ്ടുന്നില്ല, യോന ഉൾപ്പെടെ മിണ്ടാതിരിക്കുകയാണ്. ഒടുവിൽ അവർ എല്ലാവരുടെയും പേരുകൾ എഴുതി നറുക്കിട്ടപ്പോഴാണ് യോനയുടെ പേര് കിട്ടിയത്. അപ്പോൾ യോന പറഞ്ഞു, ശരിയാണ്, ഞാനാണ് ആ പാപി, നിങ്ങൾ എന്നെ കടലിലേക്ക് ഇടാൻ പറഞ്ഞു. യോനയെ കടലിട്ട് കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി. അപ്പോൾ യോനയുടെ പാപം മൂലം ആ കപ്പൽ മുങ്ങുവാൻ പോയി. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മൂലം പല കുറവുകളും പോരായ്മകളും നമുക്ക് സംഭവിക്കുന്നുണ്ടാകും. ആ കുറവുകളെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് കാംക്ഷിച്ചുകൊണ്ട് ഒരുവൻ കടന്നു വരുന്നുണ്ട്. ധനവാനായ മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, നീ മോശയുടെ കൽപ്പനകളൊക്കെ അനുസരിക്കണം. അപ്പോൾ അവൻ എടുത്ത വഴി പറഞ്ഞാൽ എല്ലാം അനുസരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ നോമ്പുകളും നോക്കുന്നുണ്ട്, എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ നേർച്ചകളും കൊടുക്കുന്നുണ്ട്, എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടൊക്കെ പറയും. ഇത് തന്നെയാണ് ആ പ്രമാണിയും പറഞ്ഞത്. പക്ഷേ യേശു എന്താ പറഞ്ഞത്? നിനക്കൊരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്നില്ലെങ്കിലും അത് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കും, മനസ്സിലാക്കും. അവനോട് എന്താ പറയുന്നത്? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ കുറവ് അവൻ്റെ സമ്പത്തായിരുന്നു. അവൻ പിന്മാറിപ്പോയി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു കുറവുണ്ട് നമ്മൾ ചോദിച്ചാൽ ഏതോ ബലഹീനതകൾ, ഏതോ ബന്ധനങ്ങൾ നമുക്കുമുണ്ട്. ആ ബന്ധനങ്ങളെ മാറ്റിയാൽ മാത്രമേ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടതായ സൽഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് മനുഷ്യജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ ലേഖനത്തിൽ യേശുക്രിസ്തു നൽകുന്ന ആ ഒരു ആത്മാവിൻ്റെ ഫലങ്ങൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ 22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 20-21 വാക്യങ്ങളിൽ 19-20-21 വാക്യങ്ങളിൽ ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് തമ്മിലൊന്ന് നമ്മൾ അനലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതായ സ്വഭാവം, ജീവിത മൂല്യങ്ങളിൽ നമ്മൾ ഏത് തലത്തിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു വാഹനം കൂടിയാണത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, 9 ഫലങ്ങൾ ആത്മാവിൻ്റെ നന്മയുടെ ഫലങ്ങളാണ്. നല്ല സ്വഭാവമുള്ളവർ ആയിരിക്കണം
ആകണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഫലങ്ങൾ, അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ഫലങ്ങൾ നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയമാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ അച്ഛന്മാർ പ്രസംഗിക്കുന്ന കാര്യമാണ്, മിന്നു കിട്ടുന്ന അവസരത്തിൽ ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ സ്ത്രീകളിൽ പലരും മിന്ന് കഴുത്തിൽ വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഫാഷനായിട്ടൊക്കെ മാറ്റി വയ്ക്കാറുണ്ടാവുമായിരിക്കാം. ആ മിന്ന് ഒരു ലീഫാണ്, ഒരു ഇലയാണ്. ആ ഇലയിൽ സ്വർണം കൊണ്ടായിരിക്കാം, ആ ഇലയിൽ 9 മുത്തുകളാണ്. ആ 9 മുത്തുകൾ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഈ മണവാട്ടിക്ക്, കുടുംബിനിക്ക്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഈ 9 ഫലങ്ങൾ നിറഞ്ഞ് അവരുടെ കുടുംബജീവിതം അനുഗ്രഹവും ഐശ്വര്യമുള്ളതായി തീരണമെന്നുള്ള ആഹ്വാനമാണ് അതിലൂടെ സഭ നൽകുന്നത്. ആ 9 ഫലങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ തകർച്ചയുണ്ടാകുകയാണ്, പരാജയമുണ്ടാകുകയാണ്, പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ്. കാരണം ഒന്നുമല്ല, ഈ 9 ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കുറവായിരിക്കാം. അപ്പോൾ ഈ 9 ഫലങ്ങളും അടിസ്ഥാനമായിട്ടുള്ള ഫലമുണ്ട്, സ്നേഹമെന്ന ഫലം. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കണം. സ്നേഹമില്ലെങ്കിൽ സന്തോഷമുണ്ടാകുകയില്ല, സ്നേഹമില്ലെങ്കിൽ സമാധാനമുണ്ടാകുകയില്ല, സ്നേഹമില്ലെങ്കിൽ ക്ഷമ ഉണ്ടാകുകയില്ല, സ്നേഹമില്ലെങ്കിൽ ദയ ഉണ്ടാകുകയില്ല, മേഴ്സി ഉണ്ടാകുകയില്ല, സ്നേഹമില്ലെങ്കിൽ പരോപകാരം ഉണ്ടാകുകയില്ല, സ്നേഹമില്ലെങ്കിൽ വിശ്വസ്തത ഉണ്ടാകുകയില്ല, സ്നേഹമില്ലെങ്കിൽ സൗമ്യത ഉണ്ടാകുകയില്ല, സ്നേഹമില്ലെങ്കിൽ ഇന്ദ്രിയജയം, ആത്മസംയമനം ഉണ്ടാകുകയില്ല. എല്ലാത്തിൻ്റെയും മൂലം സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് വെറും സ്നേഹമല്ല, ദൈവീക സ്നേഹം, ഡിവൈൻ ലവ്. ഇന്ന് നമുക്ക് പലപ്പോഴും ഇല്ലാത്ത പോകുന്നത് ഡിവൈൻ ലവ് ആണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവീക സ്നേഹം എന്നല്ല അതിൻ്റെ മലയാള അർത്ഥം. ഡിവൈൻ ലവ്, നോർമൽ ലവ് അല്ല, ഡിവൈൻ ലവ്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ തമ്മിൽ മൊബൈലിലൂടെ സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് വയർലെസ് ആയിട്ടാണ് അത് 2 ഇൻസ്ട്രുമെൻറ്റിലേക്കും പോകുന്നത്. അതെങ്ങോട്ടാണ് പോകുന്നത്? സാറ്റലൈറ്റിലേക്കാണ് പോകുന്നത്. സാറ്റലൈറ്റ് പോയതിന് ശേഷമാണ് ആ ടവർ വഴിയാണ് ഇപ്പുറത്തെ മൊബൈലിലേക്ക് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അത് ടവർ ഇല്ലാത്തടത്ത് റേഞ്ച് കിട്ടുകയില്ല. നമ്മൾ സംസാരിക്കുന്നതായ സംസാര ശബ്ദവീചികളെല്ലാം അന്തരീക്ഷത്തിലൂടെ സാറ്റലൈറ്റിൽ പോയി, സാറ്റലൈറ്റിൽ നിന്നും അടുത്ത ടവറിലേക്ക് പോയി, ആ ടവറിൽ നിന്നാണ് അടുത്തയാളുടെ മൊബൈലിലേക്ക് പോകുന്നത്. നമുക്ക് ഉപയോഗിക്കാം ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്നേഹം ഭാര്യ ഭർത്താവിനോടും, മാതാപിതാക്കൾ മക്കളോടും, ഭർത്താവ് ഭാര്യയോടും, സഹോദരങ്ങൾ സഹോദരങ്ങളോടും ഒക്കെയുള്ള സ്നേഹത്തിൻ്റെ ഈ ലിങ്ക് എന്ന് പറയുന്നത് ഡിവൈൻ ലവ് ആണ്, ദൈവികമായ സ്നേഹം. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ത്രൂ ദ ഗോഡ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. വിത്തൗട്ട് ഗോഡ് ഉള്ള ലവ് ശാശ്വതമല്ല, അത് ടെമ്പററി ആണ്. അതെല്ലാം ചില താൽക്കാലിക സാധ്യതകൾക്ക് വേണ്ടിയുള്ള ലവ് ആണ്. ദൈവികമായ സ്നേഹത്തോടു കൂടിയുള്ള ലവ് ആണെങ്കിൽ അതൊരിക്കലും നിലച്ചു പോവുകയില്ല, ഉറപ്പുള്ളതായി തീരും. വിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സമാധാനം. എത്ര പ്രാവശ്യം സമാധാനം പറയുന്നത് പട്ടക്കാരൻ? ആ സമാധാനം എന്ന് പറയുന്നത് ദൈവം തരുന്ന സമാധാനമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ 7 സമാധാനങ്ങൾക്കും പ്രത്യേകമായ പശ്ചാത്തലമുണ്ട്. ആ 7 സമാധാനങ്ങൾ കൂടുമ്പോഴാണ് പൂർണ്ണ സമാധാനമായിട്ട് നിങ്ങളെല്ലാവരും സമാധാനത്തിൽ പോകുമെന്ന പുരോഹിതൻ്റെ അവസാന ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ യോഗ്യരായിത്തീരുന്നത്. ആ 7 സമാധാനം ഈ ലോകത്തിൽ കിട്ടുന്നതല്ല, മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനമാണ്. അപ്പോൾ ദൈവം തരുന്ന ദൈവികമായ സ്നേഹം നമുക്ക് ലഭിക്കുമെങ്കിൽ നമുക്ക് ഈ ആത്മാവിൻ്റെ ഫലങ്ങളെ നമ്മുടെ ഉള്ളിൽ പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്ന് ഗലാത്യ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മൾ പരാജയപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ജഡത്തിൻ്റെ ഫലങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്, ജഡീക മോഹങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ഇവിടെ പറയുന്നുണ്ട് 15 ജഡമോഹങ്ങളാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം,
ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഈ 50 സ്വഭാവങ്ങൾ നമ്മിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ പുറപ്പെടുവിക്കാൻ സാധിക്കും? ഈ 15 ഫലങ്ങൾ, ജഡത്തിൻ്റെതായ ഈ ഫലങ്ങളെ, ഈ സ്വഭാവത്തെ മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ സാത്താന്, പിശാചിന്, ജഡത്തിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ നന്മതിന്മകളെക്കുറിച്ചുള്ള വലിയ പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൽ നമുക്ക് തന്നെ ജയിക്കാൻ സാധ്യമല്ല, ദൈവം ആവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് ഈ പോരാട്ടത്തിൽ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു പരിധി വരെയും ഈ തിന്മയെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും. നോമ്പിലെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, മോശയും ഏലിയായും 40 നാൾ നോമ്പ് നോറ്റു, നമ്മുടെ കർത്താവ് നോറ്റു, ആകൽ ക്രിസായെ ജയിച്ചു. ആകൽ ക്രിസായ ജയിച്ചതല്ല, ആകൽ ക്രിസായെ ജയിച്ചു. മോശയും ഏലിയാവും കർത്താവും ആകൽ ക്രിസായെ ജയിച്ചു. നമ്മൾ ആകൽ ക്രിസായെ ജയിച്ചോ? ചിലപ്പോൾ അറിയാതെയൊക്കെ അക്ഷരങ്ങൾ മാറി ആകൽ ക്രിസ ജയിച്ചു എന്ന് പറയുന്നവരുണ്ട്. ശരിയായിരിക്കും. നമ്മൾ നോമ്പ് നോക്കിയപ്പോൾ ജയിച്ചത് ആകൽ ക്രിസായാണ്, നമ്മളല്ല, ദൈവമല്ല ജയിച്ചത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു സന്ദർഭം കൂടിയാണ്. യഥാർത്ഥത്തിൽ പിശാചിനെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. പിശാച് നമ്മിൽ ജയിക്കാനിടയാകരുത്, ദൈവം നമ്മിൽ ജയിക്കണം. ചില തിന്മകൾ നമ്മൾ പതറിപ്പോകുമ്പോൾ, തിന്മകൾ നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ജയിക്കുന്നത് പിശാചായിരിക്കും. നമ്മളെ പിന്മാറ്റുന്നത് പിശാചാണ്. ഒളിച്ചോടുവാൻ നമ്മൾ നിർബന്ധിക്കുന്ന പിശാചാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വശീകരിക്കുന്ന പിശാചാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വായെ സ്വാധീനിച്ചത് പിശാചാണ്. ആ പിശാച് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇയ്യോബുമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ആ ഫൈറ്റിങ്ങിൽ ദൈവവും ആയിട്ടുള്ള ഒരു ചെറിയ ധാരണയിൽ 2 പ്രാവശ്യം പിശാച് ഇയ്യോബിനെ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇയ്യോബ് ആ പരീക്ഷയിൽ ജയിക്കുന്നുണ്ട്. നമ്മളാണെങ്കിലോ പരാജയപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ഇയ്യോബിനെ പരീക്ഷിച്ചെങ്കിൽ നമ്മളെയും പിശാച് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് പിന്മാറ്റം ഉണ്ടാകുന്നെങ്കിൽ, നമ്മൾ ഒളിച്ചോടിപ്പോകുന്നെങ്കിൽ, ദൈവത്തെ വിട്ട് ലോകത്തിൻ്റെ മോഹങ്ങൾ വശീകരിക്കപ്പെട്ടു പോകുന്നെങ്കിൽ അവിടെ പിശാചിന് അടിമപ്പെട്ടു പോകുകയാണ്, സംശയമില്ല. 12 ശിഷ്യന്മാരിൽ യൂദാസ്കറിയോ മാത്രമല്ലേ നഷ്ടപ്പെട്ടു പോയുള്ളൂ. യൂദാക്ക് മാനസാന്തരം ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ യൂദാ പൂർണ്ണമായും പിശാചിന് അടിമപ്പെട്ടു. പൂർണ്ണമായിട്ടും പിശാചിന് അടിമപ്പെട്ടത് കൊണ്ട് ഒരു മാനസാന്തരത്തോടുകൂടി തിരിച്ചു വരാനായിട്ട് യൂദായുടെ കോംപ്ലക്സ് അനുവദിച്ചില്ലെന്നാണ് പറയുന്നത്. കോംപ്ലക്സ് അനുവദിച്ചില്ല, ദൈവത്തെ അഭിമുഖീകരിക്കാൻ സാധിച്ചില്ല. ഇന്ന് പലപ്പോഴും പാപത്തിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് തിരിച്ചു വരുവാനായിട്ട്, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മടിയുണ്ട്. നിരാശയിലേക്ക് പോകുന്നവർ, ജീവിതത്തിൻ്റെ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തെ തകർക്കുന്നവരും നശിപ്പിക്കുന്നവരും സ്വയം ഇല്ലാതാക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെയാണ് ദൈവം നൽകുന്നതായ പ്രത്യാശ. ദൈവം ആടി വിളിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. എത്ര പാപം ചെയ്താലും, എത്ര കുറ്റം ചെയ്താലും ആ പാപത്തെയൊക്കെ ക്ഷമിച്ച് നിന്നെ സ്നേഹിച്ച് നിനക്ക് പുതിയ ജീവനെ തരുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ യേശുവിൻ്റെ കുരിശ് തന്നെ ഒരു വലിയ പ്രത്യാശയാണ്, വലിയ പ്രതീക്ഷയാണ്. ഇനിയുള്ള കാലത്ത് ഒരു പുതിയ ജീവനെ തരുവാൻ യേശു സാധിക്കും. ഓരോ പാപിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ തീർന്നുപോയി, നശിച്ചുപോയി എന്ന് വിചാരിച്ചവർ അവർ അവിടെ നിന്നും പുതുക്കം പ്രാപിച്ച് ആത്മീയ ശക്തി പ്രാപിച്ചായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മഗ്ദലക്കാരി മറിയം അതിന് ഉദാഹരണമല്ലേ? മഗ്ദലക്കാരി മറിയം പാപിയായ സ്ത്രീയാണ്, അനേകരാൽ തള്ളപ്പെട്ടവളാണ്. പക്ഷെ മാനസാന്തരപ്പെട്ടപ്പോൾ അവർക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് മാത്രമല്ല, അവൾ യേശുവിനെ സുവിശേഷിക്കുന്ന ഒന്നാമത്തെ സുവിശേഷകയായി മാറുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് മാനസാന്തരം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ
കഷ്ടതകളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിനപ്പുറത്ത് ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ജീവൻ തുടിപ്പ് കണ്ടെത്താൻ സാധിക്കുന്ന ആത്മീയ കണ്ണുമുണ്ടാകണം. കഠിനാധ്വാനം ചെയ്താൽ, കഠിനമായി പ്രാർത്ഥിച്ചാൽ കിട്ടും. കനാന്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മകൾ ഭൂതബാധ പിടിച്ചവളായിരുന്നു. യേശു അവളെ ആദ്യം ഉപേക്ഷിക്കുന്നുണ്ട്. സാധ്യമല്ല എന്ന ഭാഷയിൽ പറയുന്നുണ്ട്. പോകുക എന്ന ഭാഷ പറയുന്നുണ്ട്. നിനക്കുള്ളതല്ല, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ പിന്മാറിപ്പോകുന്നില്ല. അവൾ 3 വട്ടം യേശു നിരാകരിച്ചപ്പോഴും പിന്നെയും യേശുവിൻ്റെ പുറകെ ചെന്ന് എൻ്റെ മകളെ സൗഖ്യപ്പെടുത്താൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൾക്കത് ആവശ്യമായിരുന്നു. മാത്രമല്ല യേശുവിൽ നിന്ന് അത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസവും പ്രതീക്ഷയുമാണ് ആ കനാന്യ സ്ത്രീയുടെ മകളെ യേശു സൗഖ്യപ്പെടുത്തുവാൻ ഇടയായതെന്ന് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖസാഗരമായ ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയത്തെ പരിഹരിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന പൂർണ്ണ പ്രത്യാശയാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, തോൽക്കുന്നിടത്ത് ജയിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ചെറിയ കഥ ഞാനിവിടെ ഓർപ്പിക്കാം. ഒരുപക്ഷെ കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരു കർഷകന് ധാരാളം മൃഗസമ്പത്തുണ്ടായിരുന്നു. പക്ഷേ കർഷകൻ സാമ്പത്തികമായിട്ട് തകർത്തപ്പെട്ടു. മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ മൃഗങ്ങളും വിൽക്കപ്പെട്ടു. കർഷകൻ്റെ വീട്ടുകാരും ഒരു കുടിലുമായിട്ട് കർഷകൻ അവിടെ ജീവിക്കുന്നു. പക്ഷേ ആർക്കും വേണ്ടാത്ത ഒരു മൃഗം ആ കർഷകനുണ്ടായിരുന്നു. അത് ഒരു വയസ്സായ ഒരു കഴുതയായിരുന്നു. ആരും അതിനെ കൊണ്ടുപോകാനില്ല. ആ കഴുതയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണമില്ല. കഴുതയും മരിക്കാറായി. ആ കഴുതയെ കാണുമ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി. അദ്ദേഹം ബാല്യക്കാരെ വിളിച്ച് പറഞ്ഞു, ഈ കഴുത അവിടെ നിന്ന് വെറുതെ നമ്മുടെ സ്ഥലവും സമയവും കളയുന്നു. അതിനെ കുഴിച്ചിടാൻ തീരുമാനിച്ചു ജീവനോടുകൂടെ. അവിടെ അതിന് പറ്റിയൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ പൊട്ടക്കിണർ വെള്ളമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ കഴുതയെ ഒരു പൊട്ടക്കിണറിലേക്ക് താത്തിയിട്ട് ബാല്യക്കാർ ആ കിണർ മൂടി. ബാല്യക്കാരൊക്കെ തിരിച്ചുപോയി. കിണറും മൂടി, കഴുതയും മൂടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് 2 ചെവികളിങ്ങനെ പൊങ്ങി വന്നെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് കൂടെ തലയും പൊങ്ങി വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടലും കടന്നു വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ കിണറിൻ്റെ മുകളിൽ ഈ കഴുത എഴുന്നേറ്റ് നിന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആശ്ചര്യപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് അത്ഭുതമൊന്നും ആയിരുന്നില്ല. ഈ കഴുതയുടെ പുറത്ത് മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ ആ അടുത്ത മണ്ണിടുന്നതിന് മുമ്പായിട്ട് ആ കഴുത ഒന്ന് കുടഞ്ഞപ്പോഴേക്കും അത് താഴെ പോയി. ആ മണ്ണിൻ്റെ പുറത്ത് കഴുത കയറി നിന്നു. ഓരോ പ്രാവശ്യം മണ്ണിടുമ്പോഴും ആ മണ്ണൊക്കെ ഒന്ന് കുടഞ്ഞ് ആ മണ്ണിൻ്റെ പുറത്ത് ഈ കഴുത കയറി നിന്നു. ഏറ്റവും ഒടുവിലും അപ്രകാരം സംഭവിച്ചു. കഴുത താണുപോയില്ല, മണ്ണിൻ്റെ മുകളിൽ ഉയർന്നു നിന്നു എന്നാണ് കഥ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും. അതിനെ അതിജീവിച്ചു കൊണ്ട് ജയിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി നമുക്കുണ്ടാകണം. തോറ്റോടിപ്പോകുന്നതല്ല, ജയിക്കാൻ നമുക്ക് സാധിക്കും. മറ്റുദാഹരണം പറയാം. ധാരാളം പേര് ജയിലിലുണ്ട്. ജയിൽ ധാരാളമുണ്ട്. ജയിലിൽ കുറ്റവാളികൾ ധാരാളമുണ്ട്. രാജ്യദ്രോഹികളോ അല്ലെങ്കിൽ അഴിമതികൾക്കോ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾ പെട്ടവരായിരിക്കാം, കൊലപാതകം ചെയ്തിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ആ ജയിലിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യാശ നൽകുന്നത് ജയിലിന് പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ളതാണ്. ജയിലിന് പുറത്തൊരു ജീവിതം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല എന്ന്. യേശുക്രിസ്തു തടവറയിലും ഉണ്ടെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ജയിൽ കഴിയുന്നവരോടും നമുക്കൊരു സമീപനമുണ്ടാകണം. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ആ ജയിലിന് പുറത്ത് അവർക്കൊരു പ്രതീക്ഷയുടെ ജീവിതം, കുറ്റവാളികൾക്കും രക്ഷ പ്രാപിച്ച് പുതിയ ജീവനെ പ്രാപിക്കാനുള്ള ഒരു ചെറിയ ആഹ്വാനം അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ICUയിൽ കിടക്കുന്ന രോഗികൾ. ധാരാളം ICU ഉണ്ട്. ICU എന്ന യൂണിറ്റാണ്. പക്ഷേ അവിടെ കിടക്കുന്നവർ സെൻസിറ്റീവായിട്ടുള്ളവരാണ്. ചിലപ്പോൾ വെന്റിലേറ്ററിലായിരിക്കാം. ICU കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഡോക്ടേഴ്സും അച്ഛന്മാരും ബൈസ്റ്റാൻഡേഴ്സും കൊടുക്കുന്ന എന്താണ്? ഈ മെഡിസിനിലൂടെ, ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ എത്രയോ പേർക്ക് ലഭിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോൾ എപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകണം. പരാജയപ്പെടുന്നവർക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷ. വീണ്ടും വീണ്ടും
ട്രൈ അഗെയിൻ എന്ന് പറയുന്നതായ ഒരു പ്രാർത്ഥനാ പ്രയത്ന ജീവിതം ഉണ്ടെങ്കിൽ നമുക്കവിടെ ജയിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഒരുപക്ഷെ അത് ബാധിക്കുന്നുണ്ടാകുകയില്ല. പക്ഷേ നമ്മളറിയാതെ നമ്മിലൂടെ ഈ സമൂഹത്തിൽ പാപത്തിൻ്റെതായ സ്വാധീനങ്ങൾ ഉണ്ടായിപ്പോകുന്നുണ്ട്. വിശുദ്ധ ഗീവർഗീസാദായുടെ പെരുന്നാളിൻ്റെ സന്ദർഭമാണ് ഇത്. ഗീവർഗീസാദായുടെ ജീവിതത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഗീവർഗീസാദാ സർപ്പത്തെ നിബന്ധിച്ചവനാണ്. ഭീകര സർപ്പത്തെ, ജലസ്രോതസ്സിനെ അടച്ചിരുന്ന സർപ്പത്തെ, ആ ജലസ്രോതസ്സിൽ നിന്ന് ആ സർപ്പം ഇറങ്ങിയാലേ വെള്ളം വരികയുള്ളൂ. ആ സർപ്പം ധാരാളം മനുഷ്യരെ തിന്നുകയായിരുന്നു. ആ സർപ്പത്തെയാണ് ഗീവർഗീസാദാ കുന്തം കൊണ്ട് കുത്തുന്നത്. അപ്പോൾ നന്മയുടെ നീരുറവകളെ തടസ്സപ്പെടുത്തിയ തിന്മയാകുന്ന സാത്താൻ്റെ ശക്തിയെ തകർത്തവനാണ് ഗീവർഗീസാദാ. അത് ആ കാലഘട്ടങ്ങളിൽ. പക്ഷെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്കുള്ളത്, തിന്മയുടെ ധാരാളം ശക്തികൾ ഈ സമൂഹത്തിൽ ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന ശക്തികളെ വിശുദ്ധ ഗീവർഗീസാദാ കുന്തം കൊണ്ട് കുത്തി നന്മയുടെ ഉറവുകളെ ഈ സമൂഹത്തിലേക്ക് ഒഴുകുവാൻ നമുക്ക് ഒരു സാഹചര്യം ഒരുക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെയാണ് തിന്മയുടെ പ്രവാഹം. തിന്മ ഇവിടെയൊക്കെയാണ് ഉള്ളത്. തിന്മ ധാരാളമുണ്ട് സമൂഹത്തിൽ. അഴിമതിയുണ്ട്, അരാജകത്വമുണ്ട്, മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, കള്ളത്തരങ്ങളുണ്ട്, ധാരാളം ഭക്ഷ്യപദാർത്ഥങ്ങളിലൊക്കെ വിഷാംശങ്ങൾ ചേർക്കുന്നവരൊക്കെ ഉണ്ട്. ഇന്ന് മായം നിറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മനുഷ്യൻ രോഗികളാകുന്നത് ഏതെങ്കിലും കാരണം കൊണ്ടൊന്നുമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് തന്നെയാണ്. എല്ലാത്തിലും മായമാണ്. ഈ മായം ഉണ്ടാക്കുന്ന ആരാണ്? മനുഷ്യർ തന്നെയാണ്. അല്പലാഭത്തിന് വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ അത് മറ്റു തലമുറയ്ക്കും കൂടി വിപത്തായിട്ട് മാറുന്നു. ഇന്ന് മയക്കുമരുന്നുകളുടെ കാലഘട്ടമാണ്. ഇന്ന് മയക്കുമരുന്നുകൾ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ ത്രൂ വലിയവർ വരെ ഇന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കുക രഹസ്യമായിട്ട്. ആ മദ്യത്തിൻ്റെ മാഫിയകളുടെ കണ്ണികളായിട്ട് പലരും മാറിക്കൊണ്ടിരിക്കുക. അല്പലാഭത്തിന് വേണ്ടിയാണ്, അല്പസമയത്തെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. പക്ഷെ അതുകൊണ്ട് സാധിക്കുന്നതെന്നാണ്? ജീവിതം മുഴുവനും നശിക്കുകയാണ്. ഒരാൾ മൂലം മറ്റൊരാൾ നശിക്കപ്പെടുന്നു. ഇന്ന് വിവാഹ വിരുന്നുകളിലും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ പാർട്ടികളിലൊക്കെ മദ്യപാനം ധാരാളമായിട്ട് നൽകപ്പെടുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യപാനം വിതരണം ചെയ്യുന്നത്. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാമായിരിക്കാം. പക്ഷേ ഒരിക്കലും കുടിക്കാത്തവർ ആ പാർട്ടിയിൽ പോയി കുടിക്കാൻ നിർബന്ധിതനാകുന്നു, കുടിപ്പിക്കുന്നു. ഒരുപക്ഷെ അവൻ പിന്നീട് തുടർന്ന് അതിനടിമപ്പെട്ടു പോവുകയാണ്. ഓരോ മദ്യപാനികളെയും, ഓരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതായിരിക്കാം. പിന്നെ അവനെ അവർ തകർക്കുകയാണ്. ഒരുപക്ഷെ നമ്മളറിയാതെ അതിനൊക്കെ നമ്മൾ വശംവദരായി പോകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മളും അതിന് സ്വാധീനിക്കപ്പെട്ടു പോകുന്നില്ലേ? ഇങ്ങനെയുള്ള ലോകത്തിലെ തിന്മകൾക്ക് നമ്മളും കാരണഭൂതരാണ്. നമ്മൾ ഓരോരുത്തരും കാരണഭൂതരാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കൽപ്പനയൊക്കെ വന്നിട്ടുണ്ട്, പള്ളികളിലൊക്കെ വായിക്കും. പെരുന്നാളുകൾ ഇന്ന് വലിയ ആർഭാടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മീകമായിട്ട് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കാനായിട്ട് ഒരുങ്ങി ആത്മീയ ശക്തി പ്രാപിക്കേണ്ട ആളുകൾ ആത്മീയ ഇതര വിഷയങ്ങളിൽ അവർ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർഭാടങ്ങളിലേക്ക്, കൊട്ടും മേളവും കരിമരുന്നും DJ-യും അങ്ങനെ അതിപ്രസരമായിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിലെ ആരാധനയേക്കാൾ കൂടുതലായിട്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് ആളുകൾ സ്വാധീനിക്കപ്പെടുന്നു. അതിനുവേണ്ടി പണം കൊടുക്കാനും ആളുകൾ തയ്യാറാകുന്നു. അതൊക്കെ ഇന്ന് വലിയൊരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളി കാണിക്കുമ്പോൾ അടുത്ത പള്ളിക്കാരും കാണിക്കുകയാണ്. അതിനു വേണ്ടി കൽപ്പന അടുത്ത വായിക്കാൻ പോവുകയാണ്. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ളത് എത്രയോ ചെറുപ്പക്കാരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്നത്. അപ്പോൾ ദേവാലയത്തിലേക്ക് ദൈവികമായ വിഷയങ്ങളുടെ ഇടയിൽ പോലും പാപാസക്തികൾ സ്വാധീനിക്കപ്പെടുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണ്ടേ? ഭാഗ്യസ്മരണാർഹനായ കാലം ചെയ്ത
ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യം നമ്മൾ ഓർക്കുക. ദേവാലയത്തിൽ പോകുന്നവരെക്കാൾ ദേവാലയത്തിൽ പോകാതിരിക്കുന്നവരാണ് പാപം ചെയ്യാത്തവരെന്ന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദേവാലയത്തിൽ പോകുന്നവരെക്കാൾ പോകാതിരിക്കുന്നവരെക്കാൾ ദേവാലയത്തിൽ പോകുന്നവരാണ് പാപികളെന്ന്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും പള്ളിയിൽ പോകാത്തവരൊക്കെ പാപികളാണ്, പള്ളിയിൽ പോകുന്നവരൊക്കെ വിശുദ്ധരാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതാണ്, ദേവാലയത്തിൽ പോകുന്നവർ ആ ദേവാലയത്തിൽ പോകുന്ന സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് പല പാപത്തിന് അടിമകളായി പോകുന്നു. പോകാതിരിക്കുന്നവരോ അത്തരത്തിലുള്ള പാപങ്ങൾക്ക് അടിമപ്പെടാതെ പോകുന്നു. ഞാൻ പറഞ്ഞതല്ല, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യങ്ങളിൽ അതിനകത്ത് യാതൊരു തിന്മകളുടെ സ്വാധീനവും ഇല്ലാതെ നന്മയെ സംരക്ഷിക്കുന്ന ഒരു ജീവിത മൂല്യങ്ങളെ കെട്ടിപ്പടുത്താൻ നമുക്ക് സാധിക്കണം. തലമുറകളെ, തിന്മകൾക്ക് സ്വാധീനിക്കപ്പെടാത്ത തലമുറകളെ കെട്ടിപ്പടുത്താൻ നമുക്ക് സാധിക്കണം. യോബിനോട് പറയുന്നുണ്ട്, ഒരു വലിയ വേലി ഞാൻ ചുറ്റിയിരിക്കുന്നു, നീ ആ വേലിക്കകത്ത് കയറാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് നമ്മുടെ ഭവനത്തിനും നമ്മുടെ ജീവിതത്തിനും ചുറ്റും ഒരു വലിയ വേലി കിട്ടാൻ നമുക്ക് സാധിക്കണം. ആ വേലി അതിർത്തികളാണ്. പാപത്തിൻ്റെ യാതൊരു തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയാകാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന വേലികളായിട്ട് മാറ്റണം. അതിന് പരിശുദ്ധന്മാരും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന കോട്ടയാണ്, സംശയമൊന്നുമില്ല. ഇവരെ സദാ നമുക്ക് കോട്ടയാണ്, പരമ തിരുമേനി കോട്ടയാണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെ തരുന്നതിന് വേണ്ടിയല്ല, നമ്മൾ തിന്മയിലേക്ക് പോകാതിരിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപത്തിൻ്റെ ആസക്തികളിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ ദൈവമേ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ വിശ്വാസത്തിൽ വ്യതിരിച്ചു പോകാതെ അതിനേക്ക് അതിജീവിക്കാനുള്ള ശക്തി തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ ശക്തി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതിനേക്ക് അതിജീവിക്കുന്ന ശക്തി, അതിൽ വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പിതാക്കന്മാരൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരമ തിരുമേനിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ പരമ തിരുമേനി വളരെ ചെറുപ്പത്തിലെ തന്നെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കപ്പെട്ടു. വളരെ ചെറുപ്പത്തിലെ തന്നെ ശമാശനായി, വൈദികനായി, കോറപ്പിസ്കോപ്പയായി, മേൽപ്പട്ടക്കാരനായി വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. അദ്ദേഹം മരിക്കാനുള്ള കാരണം എന്തായിരുന്നു? രോഗമായിരുന്നു. മാരകമായ അല്ലെങ്കിൽ തീവ്രമായ രോഗത്തിനടിമപ്പെട്ട് വേദന അനുഭവിച്ചുകൊണ്ടാണ് പരമ തിരുമേനി മരണപ്പെട്ടത്. പക്ഷേ ആ രോഗവും വേദനയും ദൈവത്തിൽ നിന്നും ആ പിതാവിനെ അകറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ ഉള്ള ആത്മീയ ശക്തിയുടെ വലിയ വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തിന്മയിൽ, പാപത്തിൽ നമ്മൾ പിന്മാറിപ്പോകാതെ ശക്തിയോടുകൂടെ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടല്ലേ യാക്കോബ് ശ്ലീഹ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന് ജീവകിരീടം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര രോഗങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ എത്രയും കൂടുതലുണ്ടോ അത്രയും വലിയ കിരീടം ദൈവസന്നിധി കിട്ടുമെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതല്ല, ഈ ലോകത്തിനപ്പുറമുള്ളതിനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എളിവനിൽ ഒരു മാത്രം പച്ചവെള്ളം കൊടുത്താലും പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് പറയുന്നത്. നമ്മുടെ നിക്ഷേപം ദൈവസന്നിധിയിലാണെന്ന് പറയുന്നത്. മാർത്തയോടും മറിയോടും പറയുമ്പോൾ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരോട് അപഹരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? ദൈവസന്നിധിയിലുള്ള നിക്ഷേപമാണ്. മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കള്ളൻ മോഷ്ടിക്കുന്നതും ചെതില് തിന്നുന്നതും നശിപ്പിക്കുന്നതുമായ നിക്ഷേപത്തെ സ്വരൂപിക്കരുത്. നമ്മുടെ നിക്ഷേപം അങ്ങനെയുള്ളതല്ലേ? കള്ളൻ മോഷ്ടിക്കുന്നതല്ലേ? ചെതില് നശിപ്പിക്കുന്നതല്ലേ? ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതല്ലേ? ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. എന്നാൽ നന്മയുടെ ജീവിതം, നല്ല മൂല്യമുള്ള ജീവിതം അത് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ധനവാന ലാസറുടെയും കഥയിൽ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സഭാംഗം കൂടിയായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ധാരാളം ആളുകൾ പോകുന്നു. അദ്ദേഹം സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ മൂല്യമുണ്ട്. അത് അദ്ദേഹത്തെ ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും മൂല്യമുള്ളവരായി, മൂല്യ ജീവിതമുള്ളവരായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ആർക്കും കൊണ്ടുപോകാൻ പറ്റാത്തതായ വലിയ നിക്ഷേപം അതായിരിക്കും. ദൈവസന്നിധിയിൽ നിന്നും അത് പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്ന ലക്ഷ്യത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ കടന്നു വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു കൂട്ടം അപേക്ഷകളായിരിക്കരുത്.
കർത്താവ് പറഞ്ഞ പ്രാർത്ഥന എന്താണ്? കർത്താവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും ശക്തി പ്രാപിക്കാനുള്ള, നിശ്ചയം പ്രാപിക്കാനുള്ള അനുഭവമായി പ്രാർത്ഥനകൾ മാറട്ടെ. അനുഭവമുള്ളവരായി തീരുവാൻ, ഇവിടെ വിട്ടു പോകുമ്പോൾ അനുഗ്രഹവും പ്രാപിക്കുന്നവരായി, നിറഞ്ഞ മനസ്സുള്ളവരായി പോകുവാൻ പരിശുദ്ധാത്മാവ് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.